AK ലതീഷ് കൂടെ ചേരുന്നുണ്ട്. ലതീഷ്, വലിയ തീപിടുത്തമാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഏതൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്? വിനിഷ, ഏകദേശം 2 മണിക്കൂറോളമായി തീ നിന്ന് കത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥയും പ്രതികൂലമാണ്. കാരണം നല്ല കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഒപ്പം ടെക്സ്റ്റൈൽ ഷോറൂമിലാണ് തീ പിടിച്ചത്. അപ്പോൾ സ്വാഭാവികമായും തുണികളാണ് ഉണ്ടാവുക. തുണികളിൽ നിന്ന് എളുപ്പത്തിൽ തീ മറ്റു തുണികളിലേക്കും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനും അത് കത്താനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇത്ര സമയമായിട്ടും തീ അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇത് വിൻഷിക്ക് അറിയാവുന്ന പോലെ തന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിനുള്ളിലുള്ള ഒരു കടയാണ്, ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലുള്ള കടയാണ്. 3 ഭാഗത്തു നിന്നും ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ച് വെള്ളം അടിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ നടന്നിരുന്നു. തുടക്കം മുതൽ ആ രീതിയിലുള്ള തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടും തീ അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വലിയ അഗ്നിശമന വിഭാഗത്തെ കൂടി കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. മുമ്പ് കോഴിക്കോട് മിഠായി തെരുവിലുണ്ടായ പടക്കക്കടയിലുണ്ടായ തീപിടുത്തത്തിന്റെ ഘട്ടത്തിലും ഇത്തരത്തിൽ അവിടെ നിന്നും ഈ ഫയർ എഞ്ചിനുകൾ കോഴിക്കോട്ടേക്ക് നഗരത്തിലേക്ക് എത്തിച്ചിരുന്നു. ആ നിലയിൽ തീ നിയന്ത്രണ വിധേയമാകാൻ സമയമെടുക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെയാണ് അത്തരത്തിലൊരു നീക്കം കൂടി ഫയർ സർവീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള വലിയ ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ വെള്ളം ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ടെക്സ്റ്റൈൽ ഷോറൂമിലാണ് തീ പിടിച്ചത് എന്നതുകൊണ്ട് തന്നെ തീ ആളിക്കത്തുന്ന ഒരു നില ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം തീ നിയന്ത്രണ വിധേയമാക്കാൻ സമയം എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുറത്തുനിന്ന് മാത്രമാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുക. കെട്ടിടത്തിന് ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ട് അത് പമ്പ് ചെയ്യുക അസാധ്യമാണ്. കാരണം ആ നിലയിൽ പുകയും വലിയ തോതിലുള്ള പുകയും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുറമെ നിന്നുകൊണ്ട് 3 ഭാഗത്തു നിന്നും ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാറ്റ് വലിയ തോതിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാറ്റിന് അല്പം ശമനമുണ്ട്. ഉള്ളിൽ ടെക്സ്റ്റൈൽ ഷോറൂമാണ്, തുണികളാണ് എന്നതുകൊണ്ട് തന്നെയാണ് തീ ഈ നിലയിൽ ആളിപ്പടരാനും നിയന്ത്രണ വിധേയമാകാൻ സമയമെടുക്കുന്നതെന്നുമാണ് ഫയർ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. വിനിഷ, ലതീഷ, നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോഴും ആ 3 നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലുള്ള തീ ആളിപ്പടരുന്നത് നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ നിലയിൽ കൂടുതലായി തീ ആളിപ്പടരുന്ന ഒരു നില തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 3 ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്തിട്ടും ആ തീ കെടുത്താനാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടി വരും. അത് തീ അണയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടി വരും എന്ന് തന്നെയാണ് ആ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലതീഷ, വിനിഷ, AC ഉള്ള ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ സൗകര്യങ്ങളും മറ്റും പരിമിതമായി മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് നേരിട്ട് ഈ തുണികളിലേക്ക് വെള്ളം നേരിട്ട് പമ്പ് ചെയ്യുക അസാധ്യമാണ് എന്ന് തന്നെ പറയാം. ആ നിലയിൽ ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റൈൽ ഷോറൂമിനുള്ളിലേക്ക് ആളുകൾ എത്തി പമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. ആ നിലയിൽ 3ാം നിലയിലായതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ട് പമ്പ് ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുറമെ നിന്നുള്ള പരമാവധി ഭാഗം എന്ന് പറയുന്നത് 3 ഭാഗത്തു നിന്നാണ് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുക. ആ 3 ഇടങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പരമാവധി വേഗത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കടകൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. താഴ്ഭാഗത്ത് കൂടി ചായക്കടകളുണ്ട്, അതേപോലെ തന്നെ കൂൾബാറുകൾ, ബുക്ക് സ്റ്റോളുകൾ, അതേപോലെ മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങി നിരവധി കടകൾ ഈ 1ാം ഭാഗത്തുണ്ട്. താഴ്ന്ന നിലയിലുണ്ട്. 2-3 നിലകളിലായിട്ടാണ് ഈ ടെക്സ്റ്റൈൽ ഷോറൂം പ്രവർത്തിക്കുന്നത്. ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ ഭാഗത്താണ് തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് ടെക്സ്റ്റൈൽസ് ആളിക്കത്തുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തേണ്ട സാഹചര്യം ഉണ്ടായി. ബസ് സ്റ്റാൻഡാണ്. ഞായറാഴ്ചയായതിനാൽ അല്പം തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. എങ്കിലും വളരെ വേഗത്തിൽ തന്നെ ആളുകളെയൊക്കെ അവിടെ നിന്നും ഒഴിപ്പിച്ചു. മുഴുവൻ ബസ്സുകളും മറ്റു സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. കൂടുതൽ പോലീസും ഫയർ സംവിധാനങ്ങളും എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായ നിരവധി ആളുകൾ, ഒപ്പം നാട്ടുകാരുടെ വലിയ സഹായവും കയറ്റിറക്കി തൊഴിലാളികളുടെ ഉൾപ്പെടെ വലിയ തോതിലുള്ള സഹായവും ഈ തീ തടുക്കുന്നതിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും തീ കത്തുന്ന ഒരു നില തന്നെയാണ് നിലവിലുള്ളത്. ഇടയ്ക്കൊന്ന് തീ ശമിച്ചിരുന്നെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തീ അണയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഷോറൂം ആയതുകൊണ്ട് തന്നെയാണ് തീ കത്തുന്ന നില ഉണ്ടായത്. നിമിഷ,
ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നോ നേരത്തെ ലതീഷ്? കനത്ത പുക മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നോ? നമ്മൾ ഗുഡ് ഈവനിങ് കേരളം തുടങ്ങുന്ന ദൃശ്യങ്ങൾ, ഈ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഗുഡ് ഈവനിങ് കേരളം ആരംഭിച്ചത്. അപ്പോഴും ഇത്രയും വലിയ രീതിയിലുള്ള തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങളായിരുന്നില്ല. തീ ഏകദേശം നിയന്ത്രണ വിധേയം എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ അതിനിടയ്ക്കാണ് വലിയ രീതിയിൽ ആ 3-ാം നിലയുടെ മുകൾ ഭാഗം മൊത്തം കത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങൾ കാണുന്നത് തീ അല്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും സംഭവ സ്ഥലത്ത് കനത്ത പുകയും ചൂടും ഒക്കെ ഉണ്ടാകും. വെള്ളം പമ്പ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എവിടങ്ങളിൽ നിന്നൊക്കെ ഈ ഫയർ എഞ്ചിന്റെ യൂണിറ്റ് എത്തിയിട്ടുണ്ട് ലതീഷ്? എത്ര യൂണിറ്റ് അവിടെ? ജില്ലയിലെ മുഴുവൻ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഫയർ സംവിധാനങ്ങൾ കോഴിക്കോട്ടേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. വടകര, പേരാമ്പ്ര, അതേപോലെ തന്നെ മുക്കം, നരിക്കുനി, വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 20ഓളം ഫയർ യൂണിറ്റുകൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. 20 യൂണിറ്റുകളും ഒരേ സമയം നിന്ന് തീ അണയ്ക്കുക എന്നുള്ളതല്ല. കാരണം വെള്ളം തീരുന്നതിനനുസരിച്ച് ഫയർ എഞ്ചിനുകൾക്ക് പിന്നീട് മാനാഞ്ചേരിയും മറ്റും പോയി വെള്ളം ശേഖരിക്കേണ്ടതുണ്ട്. ആ നിലയിൽ ഒരേ സമയം 6, 7, 8 യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്ന നിലയാണ് നിലവിലുള്ളത്. അതിനൊപ്പമാണ് തീ ഏറ്റവും എളുപ്പത്തിൽ അണയ്ക്കാൻ കഴിയും എന്നുള്ള മുൻ അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രത്യേക പെർമിഷൻ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നുള്ള ഫയർ സംവിധാനം കൂടി, ഫയർഫോഴ്സിന്റെ യൂണിറ്റ് കൂടി കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. ടെക്സ്റ്റൈൽ ഷോറൂം എന്ന് പറയുന്നത് വലിയ ടെക്സ്റ്റൈൽ ഷോറൂമാണ്. ഒപ്പം വലിയ ഗോഡൌണും ഇതിനോട് അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഷെൽഫുകളിൽ എടുത്തു വെച്ച തുണികൾക്ക് പുറമെ വലിയ തോതിൽ ബൾക്കായി ശേഖരിക്കുന്ന സംവിധാനം കൂടി വലിയ ടെക്സ്റ്റൈൽസ് ആണ് എന്നതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തീ അല്പം ശമിച്ചു എന്ന് കരുതിയ ഘട്ടത്തിൽ വലിയ പുക ഉയർന്നതും അതിന്റെ ഭാഗമായി വലിയ തീപിടുത്തത്തിലേക്ക് പിന്നീടും ഒരു 1.5 മണിക്കൂർ തീ അണയ്ക്കാൻ ശ്രമം നടന്നിട്ട് പോലും പൂർണ്ണമായി അണയ്ക്കാൻ കഴിയാത്ത ഒരു നില ഉണ്ടായത്. കാരണം വലിയ ബോക്സുകളിൽ തുണികൾ വന്ന് സ്റ്റോക്ക് ചെയ്ത സാഹചര്യം കൂടി ഉണ്ട്. കാരണം സ്കൂൾ അവധിയും മറ്റുമൊക്കെയാണ്. കാരണം ആ നിലയിലെല്ലാം വലിയ തോതിലുള്ള തുണി ശേഖരം ഈ ടെക്സ്റ്റൈൽസിൽ ഉണ്ട്. എല്ലാ ടെക്സ്റ്റൈൽസിനും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പുതിയ ബസ് സ്റ്റാൻഡ്, ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിംഗിൽ തന്നെയാണ് ഈ കെട്ടിടം എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എപ്പോഴും എത്തിച്ചേരുന്ന ഒരു വലിയ തുണിക്കട കൂടിയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ഊർജിതമായ ശ്രമം ഫയർഫോഴ്സിന്റെയും ഒപ്പം പോലീസിന്റെയും എല്ലാം സഹായത്തോടു കൂടി നടക്കുകയാണ്. ആളുകളെ പരമാവധി വേഗത്തിൽ തന്നെ ഒഴിപ്പിച്ചിരുന്നു. നിലവിൽ ആളപായവും ഒന്നും ഉണ്ടായതായി വിവരം പുറത്തു വന്നിട്ടില്ല. വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒരു പ്രസക്തിയില്ല. ഇവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. അല്ല, അതിലൊരു ഫർദർ ഡിസ്കഷൻ വേണ്ട. നോ പ്ലീസ് പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഊർജിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമായിട്ട് സഹകരിക്കണം. പൊതുജനങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകണം. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവർ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല. മന്ത്രി കൂടിയായ മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് കേന്ദ്രങ്ങളിലെയും യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയാണ് ഒരു പ്രതികൂല സാഹചര്യമായി നിലനിൽക്കുന്നത്. അതിശക്തമായ കാറ്റ് വീശുന്നതിനാൽ കാറ്റിൽ തീ ആളിക്കത്തുന്ന നിലയാണ് നിലവിലുള്ളത്. എങ്കിൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും സ്ഥലം ഐ ജിയും നേരത്തെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള, പുതിയ സ്റ്റാൻഡിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറോളായി ഇത്തരത്തിലുള്ള വലിയ ഒരു തീപിടുത്തം ആരംഭിച്ചിട്ട് ഇപ്പോഴും തീ ആളിപ്പടരുന്ന നില തന്നെയാണുള്ളത്. 3 നിലകളായുള്ള കെട്ടിടത്തിനാണ് വൈകിട്ടോടുകൂടി തീ പിടിച്ചത്. കോഴിക്കോട് വ്യൂസൽ ബസ് സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പ്രവർത്തിക്കുന്നത്.
കാണിക്കുന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് വൈകിട്ടോട് കൂടിയ തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഏതായാലും തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ ആളുകളെ എല്ലാം പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിനാലും ആളുകൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാലും ആളപായമൊന്നുമില്ല എന്നത് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്.